ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ളോഗ്. അപ്പോൾ എൻ്റെ മൂത്ത മാമൻ്റെ, എനിക്ക് 3 മാമന്മാരാണ്, 2 മേമ്മമാരുമാണ്. മേമ്മമാരെ ഞങ്ങൾ തിരുനാവായ ആ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. കുംഭമേളയുടെ സമയത്ത് ആ ഒരു വ്ളോഗിലുണ്ടാവും 2 മേമ്മമാർ. അപ്പോൾ അതിലെ എൻ്റെ മൂത്ത മാമയാണ് വിജയമാമ. അപ്പോൾ വിജയമാമയുടെ വൈഫ് അമ്മായിയും പിന്നെ അവരെ രണ്ടാമത്തെ മകൾ കുട്ടി വിളിക്കുക. അപ്പോൾ അവളും അവളുടെ ട്വിൻസ് ആയിട്ട് 2 ചെക്കന്മാരുണ്ട്. ആ കുഞ്ഞുവാവകളും അവരുടെ ഹസ്ബൻഡ് സൗദിയിലാണ്. അപ്പോൾ ആൾ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്കൊന്ന് വിരുന്ന് വരികയാണ്. അപ്പോൾ കുട്ടൂൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ശരത്താണ്. ഓൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഗൈസ് അടിപൊളിയായിട്ട് വീടൊക്കെ വൃത്തിയാക്കി, എപ്പോഴും വൃത്തിയിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു വിരുന്നാർ വരുമ്പോൾ ഒരു പ്രത്യേക വൃത്തിയാക്കലല്ലേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണ്, അവരെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ കുഞ്ഞുവാകളെ എല്ലാവരെയും കാണിച്ചു തരാം. അപ്പോൾ കുട്ടു ഒരു 1 മണിയൊക്കെ ആയെന്ന് ഉച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ, അപ്പോൾ എന്താ ചെയ്യേണ്ടതൊക്കെ അറിയില്ല. അപ്പോൾ പെട്ടെന്ന് എല്ലാതും വൃത്തിയാക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ വൃത്തി ഉണ്ടാവും. ഇപ്പോൾ ഞാനൊക്കെ എന്നും തുടയ്ക്കും, പക്ഷെ എന്നാലും പിന്നെ ആരെങ്കിലും വരിക പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി വൃത്തി കമ്മി തോന്നിയിട്ട് വീണ്ടും വീണ്ടും വൃത്തിയാക്കും. അങ്ങനെയുള്ളൊരു ശീലമാണ് എനിക്ക്. അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ കുട്ടു പറയുമ്പോൾ അവളുടെ ശരിക്കുള്ള പേര് ദിവ്യശ്രീയാണ്. ഈ കണ്ണാടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കണ്ണാടി, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ണാടിയാണ്. എന്നും ഞാനിതിലൊരു 10-20 വട്ടം നോക്കും. പിന്നെ നമ്മൾ അടുക്കളയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞു മീനുകളെ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവിടെ ആ ടേബിളിൻ്റെ അവിടെ വെക്കണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് എന്താ ഉണ്ടാക്കുക അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്തായാലും ഉച്ചയ്ക്ക് അവരെത്തില്ല. കാരണം അവർ 3 മണിയൊക്കെ ആകുമ്പോഴാണ് വരുള്ളൂ പറഞ്ഞ്. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വാതിലൊക്കെ ഒന്ന് തുറന്നിടുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ വാതിലൊക്കെ തുറന്നിടും. എന്നിട്ട് ഇടയ്ക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു റിലാക്സേഷന് വേണ്ടി കണ്ടോ ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഞാൻ അതാ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഇത് പെട്ടെന്ന് നമുക്ക് ഉള്ളതാണ്. തേങ്ങയൊക്കെ അരച്ചൊരു കറിയാണ്. പിന്നെ അവർക്ക് ഇനിയിപ്പോൾ ചോറ് ഉണ്ണണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ സാമ്പാറും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് അച്ചാറാണ് തോളൂരിൻ്റെ കടുമാങ്ങച്ചാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ ഇതാ ഇവിടെ ഭൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വരാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ കുട്ടികളുടെ പേര് ദർശും ആട്ടോ. അപ്പോൾ ഗൈസ് എനിക്ക് ഇതാ ഇവർ വരുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ അമ്മായിയാണ്, മൂത്ത അമ്മായിയാണ് അമ്മായി. ഇതിൻ്റെ അനിയത്തിയാണ്. ഞങ്ങൾ കുട്ടു വിളിക്കുക. പിന്നെ ഇതാ അനിയത്തിയുടെ ഭർത്താവ് ശരത്ത്. ഇത് 2 കുഞ്ഞുവാവകള്, ഒന്നിതും. പിന്നെ ഹായ് പറയുണ്ടോ? ഹായ് പറയൂട്ടോ. പിന്നെ ഇത് അമ്മമ്മ. അപ്പോൾ ഗൈസ് ഞാനിതാ വെള്ളം കുടിക്കുകയാണ്. ഇനി വലുതായിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് വീടൊക്കെ കണ്ടിട്ട് കഴിക്കാച്ചിട്ടാണ്. അപ്പോൾ ഗൈസ് അവർ പൂരിയും ചിക്കൻ കറിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ടേസ്റ്റ് ഉണ്ട് ഒക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ വന്നേരം നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതാ ചെക്കന്മാരും ഒക്കെ കഴിക്കുകയാണ്. ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് ബുദ്ധിമുട്ടിക്കണില്ല, അവർ കഴിച്ചോട്ടെ. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചും അല്ലും കൂടിയും കളിക്കുകയാണ്. അപ്പോൾ കുറേ കിച്ചുവിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുകയാണ്. അതിൽ പിന്നെ വിമാനമാണ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന്. എനിക്ക് ഇവരെ പേര് ദക്ഷും ദർശുമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കുട്ടികളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഞാനപ്പോൾ മൊട്ടോളെ, കുഞ്ഞുവാവോളെ അങ്ങനെയൊക്കെ ഓരോ പേരാണ് വിളിക്കുക. നമുക്ക് മാറും, നമുക്ക് മാറും. പക്ഷേ നല്ല നമുക്ക് എന്താ പറയുക, ഇവരെ കളിയൊക്കെ കാണുമ്പോൾ മൊത്തത്തിൽ അതന്നെ, കുട്ടികളെ കളിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മളും കുട്ടികളായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാനും അമ്മായി എല്ലാവരും ഇരുന്ന് ഇവരെ കളിയൊക്കെ ഇങ്ങനെ കാണുകയാണ്. അച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരോട് ഇന്ന് ഇവിടെ തങ്ങാൻ പറഞ്ഞപ്പോൾ ഇവർക്ക് കുറച്ച് ശരത്തിന് പോവാറായി ഒക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്ട് അപ്പോൾ അവർ പിന്നെ ഒരു ദിവസം കണ്ണേടുള്ളപ്പോൾ നിൽക്കാൻ വരാമൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് തോന്നണ ഈ കളിപ്പാട്ടങ്ങളിലൊക്കെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വിമാനമാണ്. അപ്പോൾ രണ്ടും കൂടി അതിനുള്ളൊരു ഇതിലൊക്കെയാണ്. പിന്നെ ഇവർ തല്ലുവിടുന്നതൊക്കെ ഭയങ്കര ഒരു ഇതാട്ടോ. നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് കുട്ടൂനാണ് ഇങ്ങനെ ട്വിൻസ് ഉണ്ടായെന്ന്. വേറെ ആർക്കും അങ്ങനെ ട്വിൻസൊന്നുമില്ല.
അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് കണ്ടോ, ഓരോന്ന് വികൃതി കാട്ടുക ഉന്തിയിട്ടൊക്കെ. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, അവർ പെട്ടെന്ന് വന്ന് പോവുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക. അപ്പോൾ നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.